വ്യക്തി പറയാണ്, വിഷയം നരസിംഹാവതാരമായിരുന്നു. അപ്പോൾ നരസിംഹാവതാരം സമയത്ത് ഹിരണ്യാക്ഷവധം കഴിഞ്ഞ ശേഷം, ഹിരണ്യകശിപു വധം കഴിഞ്ഞ ശേഷം പ്രഹ്ലാദൻ നരസിംഹന് മടിയിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നരസിംഹ ഭഗവാൻ പ്രഹ്ലാദൻ ചോദിക്കുകയാണ്, ഈ സദത്തിൽ എല്ലാവരുമുണ്ട്, എല്ലാ ദേവന്മാരുമുണ്ട്, ശിവനും എല്ലാവരും വന്നിട്ടുണ്ട്. അവിടെ എന്നിട്ട് ഇത് പ്രഹ്ലാദനോട് നരസിംഹ ഭഗവാൻ ചോദിക്കുകയാണ്, ഈ കൂട്ടത്തിൽ നിനക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രഹ്ലാദൻ ഇത് നരസിംഹൻ്റെ മടിയിലിരിക്കുകയാണ്. എന്നിട്ടും പ്രഹ്ലാദൻ നാരദ ഋഷിയെ കാണിച്ചുകൊണ്ട് അവരെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുകയാണ്. എന്താ അവിടെ ഉദ്ദേശം? ഗുരുവിനെ കാണിച്ചുകൊണ്ട് പറയുന്നത് ആ നാരദനെ എനിക്ക് ഭഗവാൻ നാരദ ഋഷിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവിടെ ഉദ്ദേശം എന്താണ്? എനിക്ക് നരസിംഹ ഭഗവാന്റെ ദർശനം കിട്ടാൻ സാധിച്ചത് ആരുടെ കൃപ കൊണ്ടാണ്? ഗുരുവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എന്നുള്ളത്. രണ്ടാമത് പിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നരസിംഹ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രഹ്ലാദൻ തോന്നിയില്ല ഞാൻ ആരാധിക്കുന്നത് മഹാവിഷ്ണുവാണ്, അത് വേറെ ഇത് വേറെ എന്ന് തോന്നിയില്ല. നരസിംഹ ഭഗവാൻ വന്നപ്പോൾ പ്രഹ്ലാദൻ മനസ്സിലാക്കാൻ സാധിച്ചു, ഞാൻ എപ്പോഴും ആരാധിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ വേറെ രൂപമാണ് ഇത് നരസിംഹ ഭഗവാൻ എന്ന് മനസ്സിലാക്കാൻ പ്രഹ്ലാദന് സാധിച്ചു. ഗുരുവിൻ്റെ ട്രെയിനിങ് ആണ് ഇത്. നാരദ ഋഷിയെ പോലെ ഒരു ഗുരുവിനെ കിട്ടിയത് കൊണ്ട് പ്രഹ്ലാദന് അത്ര ഒരു മഹാഭക്തനായി തീരാൻ സാധിച്ചു. അത് ഗുരുകൃപ കൊണ്ട് മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. ഹിരണ്യകശിപു ചോദിച്ചു, എവിടെയാടാ നിന്റെ നാരായണൻ എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ ഇങ്ങനെ വൈകുണ്ഠം ഇങ്ങനെ തൂണ്ടി കാണിച്ചില്ല. പ്രഹ്ലാദൻ ചോദിച്ചു, അച്ഛാ എവിടെയാണ് ഇല്ലാത്തത് എന്ന് ചോദിച്ചു. സർവചരാചരങ്ങളും ഉണ്ട് എൻ്റെ നാരായണൻ, എന്നിലും ഉണ്ട് അങ്ങയിലും ഉണ്ട് അച്ഛാ, ഈ തൂണിലുണ്ടോ ചോദിച്ചപ്പോൾ ഈ തൂണിലുണ്ടോ എന്ന് പറഞ്ഞു. അതത് ഗുരുവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് വിഷ്ണു വൈകുണ്ഠവാസിയായിരിക്കാം, പക്ഷേ വിഷ്ണുവിലെ വാക്കുകൊണ്ടിന് വ്യാപ്നോത്തി സർവവ്യാപ്യാത പരമാത്മാണ് വിഷ്ണു. സർവം വേവേഷ്ടി വിശത്തി ഇതി വിഷ്ണു. എല്ലാ ജീവികളിലും പ്രവേശിച്ചിട്ടുള്ള ആ ചൈതന്യമാണ് വിഷ്ണു എന്ന് മനസ്സിലാക്കാനുള്ള ആ ശക്തിയും അറിവും പ്രഹ്ലാദനുണ്ടായി. ആ പ്രഹ്ലാദൻ്റെ പൗത്രനായിരുന്നു മഹാബലിക്കും ചെറിയ തോതിൽ ആ അറിവുണ്ടായിരുന്നു. പക്ഷേ അഹങ്കാരം കൊണ്ട് ഇങ്ങനെ അത് മറഞ്ഞുപോയി. ഇവിടെ നമ്മൾ മഹാബലി ഓണക്കാലത്തും മഹാബലിയെ കാണുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ഓർക്കണം. മഹാബലി എന്തിന് പ്രതീകമാണ്? ദാനശീലവാനാണെങ്കിലും ഈ ഒരു ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു. അറിയാതെ ഞാൻ കൊടുക്കുന്നു എന്നുള്ള ആ ഭാവം വന്നപ്പോൾ വാമന ഭഗവാൻ വന്നു. എന്നിട്ട് അതിൽ ഒരു കൊച്ചു ഇതാണ് വാമന ഭഗവാൻ. അതിൽ ത്രിവിക്രമൻ മൂന്ന് ചുവട് കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും അളന്നു. എന്നിട്ട് പറഞ്ഞു രണ്ട് ചുവട് കൊണ്ട് പ്രപഞ്ചം മുഴുവനും അളന്നുകൊണ്ട് മൂന്നാമത്തെ ചുവട് എവിടെ വെക്കും എന്ന് ചോദിച്ചപ്പോൾ കൈക്കൊപ്പിക്കൊണ്ടുപോകും മഹാബലി വെറുതെ എൻ്റെ തലയിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇത് ഈശ്വരൻ സാധാരണ ഒരു വ്യക്തി ചോദിക്കാണ്ട് ഈശ്വരൻ എവിടെയാണെന്ന് വെച്ചാൽ എല്ലാം ഈശ്വരനാണ് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാം ഈശ്വരനാണെന്ന് പറയുമ്പോൾ എന്നെയും കൊണ്ട് അതിൽ ഉൾപ്പെടുത്തണം. അതാണ് ആ മൂന്ന് ചുവടിൻ്റെ പ്രതീകം, അത് സിംബോളിസം. ഈശ്വരൻ എവിടെയാണ്? എല്ലാവിടെയും ഉണ്ട് ഈശ്വരൻ എന്നപ്പോൾ ഇവിടെയുണ്ടെന്ന് മറന്നു പോകുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ ചുവട് കൊണ്ട് ഭൂലോകം, രണ്ടാമത്തെ ചുവട് കൊണ്ട് സത്യലോകം വരെ പ്രപഞ്ചം മുഴുവനും അളന്നുകൊണ്ട് മൂന്നാമത്തെ ചുവട് ഇവിടെ. അപ്പോൾ ഇത് സൃഷ്ടി പ്ലസ് ഐ ആണ് ഈശ്വരൻ. അതാണ് ആ മൂന്ന് ചുവടുകളിൽ ആ സിംബോളിസം. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഇതാണ്. അതായത് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്ന് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചവിട്ടിത്താഴ്ത്തുന്നല്ലേ, അതങ്ങനെയല്ല വാസ്തവത്തിൽ. നമ്മുടെ ഒരു ഭഗവാന്റെ ആദ്യത്തെ ചുവട് ഭൂമിദേവി വെച്ചപ്പോൾ ഭൂമിദേവി ഞാൻ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചു എന്ന് ഭൂമിദേവി പറഞ്ഞു. ഫസ്റ്റ് ഒന്നാമത്തെ ചുവട് ഭൂമിയിൽ ഭൂമിദേവി പറഞ്ഞു ഞാൻ ഇത് പുണ്യവതിയായി കഴിഞ്ഞു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചുവട് ഇങ്ങനെ ഉയർത്തിയിട്ട് ബ്രഹ്മലോകം വരെ എത്തിയിട്ട് ബ്രഹ്മാവ് അവിടെ ഇരിക്കുകയാണ്. ബ്രഹ്മാവ് ഇരിക്കുമ്പോൾ ബ്രഹ്മാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു രണ്ടാമത്തെ അത് ഭഗവാന്റെ പാദം. അങ്ങനെ കണ്ടപ്പോൾ ഭഗവാൻ ഉടനെ കമണ്ടൽ എടുത്തുകൊണ്ട് ബ്രഹ്മാവ് നല്ലൊരു സ്വന്തമായിട്ടൊരു പാദപൂജ നടത്തി. അവിടെ ഇങ്ങനെയാണ് പാദപൂജ നടത്തി ആ വെള്ളമാണ് ഗംഗാനദിയെ തീർന്നത് എന്നാണ്. അപ്പോൾ ആദ്യത്തെ ചുവട് കൊണ്ട് ഭൂമിദേവി ശുദ്ധിയായി, രണ്ടാമത്തെ പാദം കൊണ്ട് പ്രപഞ്ചമാണ് ശുദ്ധിയായി. ഈ മൂന്നാമത്തെ പാദം ഭഗവാന്റെ പാദം എൻ്റെ തലയിൽ വന്നാൽ ഞാൻ എനിക്കെങ്ങനെ അധോഗതി വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഭഗവാന്റെ പാദം, തൃപാദം, വിഷ്ണുപാദം എൻ്റെ തലയിൽ വന്നു കഴിഞ്ഞാൽ അതിനപ്പുറം വലിയൊരു ഭാഗ്യം വേറെ ലഭിക്കാനില്ല.
അങ്ങനെ ഈ ഭഗവാന്റെ പാദം നേരിട്ട് തലയിൽ വന്ന് ഇത് തൊട്ട് അത് അനുഭവിച്ച ആ മഹാബലിക്ക് ഒരിക്കലും അധോഗതി വരില്ല. വാസ്തവത്തിൽ ഇങ്ങനെ ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നത് അജ്ഞാനം കൊണ്ട് പറയുകയാണ്. അത് വാസ്തവത്തിൽ ചവിട്ടി താഴ്ത്തിയല്ല. നമ്മൾക്ക് 7 ലോകങ്ങൾ, സ്വർഗ്ഗലോകങ്ങൾ, അതായത് നമ്മൾ ഗായത്രി മന്ത്രത്തിൽ ഭൂർഭുവ സ്വ കേട്ടിട്ടുണ്ട്. അതിന് കഴിഞ്ഞത് ഭൂർഭുവ സ്വ മഹ ജന തപ സത്യം. സത്യം എന്നത് ബ്രഹ്മലോകമാണ്. അത് 7 മേൽപോട്ടും അതുപോലെ താഴോട്ടും അധോലോകങ്ങൾ അഥള വിതല സുതല രസാതല മഹാതല തലാതല പാതാള. ഏറ്റവും താഴെ പാതാളം. ഇതിൽ സുതലത്തിലാണ് ഇത് നമ്മുടെ മഹാബലി ചെന്ന് അവിടെ വാസസ്ഥലം. അവിടെ പ്രയോജനം ഉണ്ടായത് ആ പൂർണ്ണമായ സമർപ്പണം വന്നുകൊണ്ട് മഹാവിഷ്ണു ഭഗവാൻ പറയാണ്, മഹാബലി ഇത് സുതലത്ത് ഞാൻ എപ്പോഴും നിൻ്റെ കാവൽക്കാരനായിട്ട്, നിൻ്റെ ആ സുതലത്തിലെ കവാടത്തിൽ ഞാൻ എപ്പോഴും കാവൽക്കാരനായിട്ട് അവിടെ ഉണ്ടാകുമെന്ന് ഭഗവാൻ വിഷ്ണു പറഞ്ഞു, സത്യം ചെയ്തു. അതിൻ്റെ പ്രയോജനം എന്തായിരുന്നു? രാവണൻ വന്നിട്ട് രാവണൻ്റെ കാലത്ത് രാവണൻ 14 ലോകങ്ങളും എല്ലാം ഇത് ആക്രമിച്ച് കീഴടക്കി. പക്ഷേ സുതരത്തിൽ വന്നപ്പോൾ സുതരത്തെ കീഴടക്കാൻ സാധിച്ചില്ല. കാരണം കവാടത്തിൽ സാക്ഷാൽ ഭഗവാൻ വിഷ്ണു ശംഖുചക്ര കഥയായിട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് സുതലം മാത്രം കീഴടക്കാൻ രാവണന് സാധിച്ചില്ല. അതാണ് ഒരു മഹാബലിക്ക് കൊടുത്ത അനുഗ്രഹമായിരുന്നു അത് വാസ്തവത്തിൽ. ഗുരുഗീതയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വരുന്ന ദിവസത്തിൽ നമുക്ക് വീണ്ടും അത് കേൾക്കാം. ഓം അമൃതേശ്വരി നമഃ.